ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ കപ്പവാട്ടിൻ്റെ കഥ 8ാം ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗത്തിനകത്ത് വരുന്ന കേരള പാഠാവലിക്കകത്ത് വരുന്ന കപ്പവാട്ടിൻ്റെ കഥ എന്ന പാഠഭാഗത്തിന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ പാഠഭാഗം എന്ത് ചെയ്യുക, മക്കളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഈ ക്ലാസ്സിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്താണ് കപ്പവാട്ടിൻ്റെ കഥ നോക്കുക. അതിൻ്റെ പാഠസംഗ്രഹം, പാഠഭാഗം നമ്മളിവിടെ പറയില്ല, എന്നാൽ പാഠഭാഗത്തു നിന്ന് കിട്ടേണ്ട ആശയം അതെന്താണെന്ന് എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞിരിക്കും. മുരളീധരൻ തഴക്കരയുടെ കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും, കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് കപ്പവാട്ടിൻ്റെ കഥ. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കപ്പവാട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കപ്പ വാട്ടി ഉണക്കി വെക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് കപ്പവാട്ട് ഉണ്ടായിരുന്നത്. റബ്ബർ കൃഷി കടന്നു വരുന്നതിന് മുമ്പ് മലനാടുകളിലും ഇടനാടുകളിലും സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന വിളയാണ് കപ്പ. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന മലമ്പുര ഇടങ്ങളെ ചീനി വിള എന്ന് വിളിച്ചു പോന്നിരുന്നു. സ്ഥിരമായിട്ട് മരച്ചീനി കൃഷി ചെയ്തിരുന്ന മലമ്പുര ഇടങ്ങളെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ചീനി വിള എന്നായിരുന്നു. എന്താ വിളിച്ചിരുന്നത്? ചീനി വിള. തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരാണ് മലബാറിലേക്ക് കപ്പ കൃഷി പറിച്ചു നട്ടത്. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് കപ്പ കൃഷി കിട്ടുന്നത്? തിരുവിതാംകൂറിൽ നിന്ന്. തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരാണ് മലബാറിലേക്ക് കപ്പ കൃഷി പറിച്ചു നട്ടത്. അവരെ, തിരുവിതാംകൂറിൽ നിന്ന് വന്ന ആളുകളെ നമ്മൾ പൊതുവെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചിരുന്നത്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലും കപ്പവാട്ടിൻ്റെ കാലമാണ്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലും കപ്പവാട്ടിൻ്റെ കാലമാണ്. ഓരോ വീട്ടുകാർക്കും ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കും. കുട്ടികളും മുതിർന്നവരും അയൽവാസികളും എല്ലാം പങ്കുചേരുന്ന ഒരു ആഘോഷം തന്നെയായിരുന്നു കപ്പവാട്ട്. കപ്പവാട്ടൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. പരസ്പരമുള്ള ഒരു സഹകരണം കൂടിയായിരുന്നു. എല്ലാവരും പങ്കെടുക്കുന്ന, ആ ഗ്രാമത്തിൽ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഏത്? ഈ കപ്പവാട്ട് എന്ന് പറയുന്നത്. കപ്പവാട്ടൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. കപ്പവാട്ടിനുള്ള പാറ ഒരുക്കുക എന്നതാണ് ആദ്യപടി. കപ്പവാട്ട് തുടങ്ങുന്ന സമയത്തുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതിനു വേണ്ടിയുള്ള പാറ തയ്യാറാക്കുക എന്നുള്ളതാണ്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറം തൂത്ത് വൃത്തിയാക്കിയെടുക്കുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പവാട്ടിനുള്ള തീയതി തീരുമാനിക്കും. ആദ്യം കൃഷി ചെയ്യാൻ പറ്റാത്ത വിശാലമായി കിടക്കുന്ന പാറപ്പുറമൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയെടുക്കും. എന്നിട്ട് കർഷകരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് എന്നാണ് കപ്പ വാട്ടേണ്ടത് എന്ന് തീരുമാനിക്കും. കപ്പ പറിച്ചെടുക്കുന്നതിന്റെ തലേ ദിവസം ആ കപ്പയുടെ മുകളിലുള്ള ഇലയും മറ്റും ഒടിച്ചെന്ത് നിർത്തും. എന്നിട്ട് കപ്പത്തണ്ട് ഇങ്ങനെ ആയിരിക്കല്ലോ. ഇതിപ്പോൾ മണ്ണാണെങ്കിൽ ഈ മണ്ണിന് മുകളിൽ ഇങ്ങനെ ഇലകളൊക്കെ വിട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക തണ്ട്. അതിന് മുകളിൽ ഒരു മരം ഇങ്ങനെ മുള ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. കപ്പത്തണ്ടിന് കുറുകെ ഒരു നീളമുള്ള കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടും. കെട്ടിയിട്ട് അതിങ്ങനെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഷോൾഡറിന് മുകളിൽ വെച്ചുകൊണ്ട് പിടിച്ച് പൊന്തിക്കുക ചെയ്യുക. എന്നിട്ട് കപ്പവാട്ടിനുള്ള അതിൽ പിടിച്ചു വലിച്ചാണ് കപ്പ പറിച്ചെടുക്കാം. സ്ത്രീകൾ കപ്പയുടെ തൊലി പൊളിക്കും. പുരുഷന്മാരാണെങ്കിൽ കപ്പ അരിയും. സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൊളിച്ച കപ്പ എടുത്ത് അരിയാനായി പുരുഷന്മാരുടെ അടുത്തെത്തിക്കുന്നത് ആരായിരിക്കും? കുട്ടികളായിരിക്കും. അങ്ങനെ അരിഞ്ഞ കപ്പ നന്നായി കഴുകിയെടുത്ത് ചെമ്പിൽ നിറച്ച് ചെമ്പിൽ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വെച്ചാണ് വാട്ടുന്നത്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമാണ്. അങ്ങനെ പാകം വേവ് നോക്കാനുള്ള കഴിവ് കാലങ്ങളായുള്ള അനുഭവ സമ്പത്തിലൂടെ അവർ നേടിയെടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇതിനെ എത്രയായി അതിൻ്റെ വേവ് എന്ന് കൃത്യമായിട്ട് നോക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വെളുപ്പിന് തുടങ്ങുന്ന കപ്പവാട്ട് ജോലികൾ രാത്രി വരെ നീളുന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കാനും അന്ന് ആളുകൾ ഉണ്ടായിരുന്നു. കപ്പവാട്ട് സമയത്ത് മഴ വന്നാൽ എല്ലാവരും കൂകി വിളിച്ച് ആളെ കൂട്ടും. അങ്ങനെ എല്ലാവരും ചേർന്ന് പാറപ്പുറത്തെ വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കുന്നു. കപ്പവാട്ടിലൂടെ ഓരോരുത്തരും
എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു കർഷകരും കർഷക കൂട്ടായ്മകളും. ഇതായിരുന്നു നമ്മുടെ പാഠഭാഗത്തിന്റെ ആകരത്ന ചുരുക്കം. സെറ്റ്. ഇനി നമുക്ക് നോക്കാം, കപ്പവാട്ടിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? കപ്പവാട്ട് നടത്താനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം എന്താണ്? ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിന്റെ കാലമാണ്. കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറ ഒരുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറ ഒരുക്കുക എന്നതാണ് ആദ്യപടി. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. കപ്പവാട്ട് സീസണുമായി ഈ പാറപ്പുറം നന്നായി തൂത്ത് വൃത്തിയാക്കും. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. കപ്പ വാട്ടുന്നതിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ തന്നെ കർഷകർ ക്രമീകരിക്കും. കപ്പ പറിച്ചെടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. കപ്പവാട്ടിന് മുന്നോടിയായി ഇത്തരം ഒരുക്കങ്ങൾ കർഷകർ നടപ്പാക്കും. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കപ്പവാട്ട് കൂട്ടായ്മയുടെ ഉത്സവമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരു ആഘോഷം തന്നെയായിരുന്നു. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപ്പക്കക്കാരും ഇതിൽ പങ്കാളികളാകുന്നു. ആരും കാഴ്ചക്കാരല്ല. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നുണ്ട്. ആരെങ്ങനെയാണ്? കപ്പയുടെ തൊലി പൊളിക്കുന്നത് സ്ത്രീകളാണ്. കപ്പ അരിയുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾ പൊളിച്ചിടുന്ന കപ്പ പുരുഷന്മാരുടെ കൈകളിൽ എത്തിക്കുന്ന ആരാണ്? കൊച്ചുകുട്ടികളാണ്. അവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യും? അതിനകത്ത് പങ്കെടുക്കും. പണിയെടുക്കുന്നവർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ഒരു വിഭാഗത്തിനെ തീരുമാനിച്ചിട്ടുണ്ടാകും. ഇതിനാവശ്യമായ കത്തി, വല്ലം, ചെമ്പ് തുടങ്ങിയവയെല്ലാം എല്ലാവരും പരസ്പരം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. കപ്പ വാട്ട് സമയത്ത് ഓർക്കാപ്പുറത്ത് മഴ പെയ്താൽ എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടി പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. ഇങ്ങനെ ആരംഭം മുതൽ നാട് മുഴുവൻ പങ്കെടുക്കുന്നത് കൊണ്ടാണ് കപ്പവാട്ട് കൂട്ടായ്മയുടെ ഉത്സവമാണ് എന്ന് പറയുന്നത്. സെറ്റ്. ഇനി നോക്കുക, കപ്പവാട്ട് സമയത്തെ മഴ വരുമ്പോഴുള്ള ഒത്തുചേരലിനെ ലേഖകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? കപ്പവാട്ട് സമയത്തെ മഴ വരുമ്പോഴുള്ള ഒത്തുചേരലിനെ ലേഖകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? കപ്പവാട്ട് കാലത്ത് ഓർക്കാപ്പുറത്ത് ഒരു മഴ വന്നാൽ മലനാട്ടിലെ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അനുഭവവേദ്യമാകും. എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും. എല്ലാവരും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. മഴ നനയാതെ ടാർപ്പകളിൽ പൊതിഞ്ഞ് വീടുകളിൽ എത്തിക്കും. സെറ്റ്. ദെൻ നെക്സ്റ്റ്, കേരളത്തിൻ്റെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഈ പാഠഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണം കൃഷിഭൂമി കുറഞ്ഞു വരുന്നത്, കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയും വിലയും കിട്ടുന്നില്ല, ഈ സൂചനകൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ വികസിപ്പിച്ചാൽ മതി എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാർഷിക രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഹെഡിങ് നമ്മൾ കൊടുക്കും. മലയാളിയുടെ സംസ്കാരവും ജീവിത രീതിയും കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരം തിങ്ങും കേരള നാട് എന്ന വിശേഷണം തന്നെ നമ്മുടെ കാർഷിക സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സമൃദ്ധമായ മഴയും ഉണ്ടായിട്ടും കേരളം ഇന്ന് ഭക്ഷണത്തിനായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഗൗരവകരമായ ചിന്തകൾക്ക് വഴിമരുന്നിരുന്നു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൃഷിഭൂമിയുടെ ദ്രുതഗതിയിലുള്ള കുറവാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും കാരണം കൃഷിഭൂമികൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കൈക്കലാക്കുന്നു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തി വൻകിട കെട്ടിടങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും നിർമ്മിക്കുന്നത് പരിസ്ഥിതിക്കും കൃഷിക്കും വലിയ ആഘാതമുണ്ടാക്കുന്നു. കൃഷി ചെയ്യാൻ ഭൂമിയില്ലാത്ത അവസ്ഥയും ഉള്ള ഭൂമി മറ്റാവശ്യങ്ങൾക്കായി മാറ്റുന്നതും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നു. പുതിയ തലമുറയിൽ കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്.
കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമായ കൃഷിപ്പണിയേക്കാൾ സുഖപ്രദമായ വൈറ്റ് കോളർ ജോലികളോടാണ് യുവാക്കൾക്ക് ആഭിമുഖ്യം. കൃഷി എന്നത് ലാഭകരമല്ലാത്തതും അന്തസ്സില്ലാത്തതുമായ ഒരു തൊഴിലായി പലരും കാണുന്നു. അങ്ങനെ കാർഷിക മേഖലയിലെ കൂലി വർധനവും ഒക്കെ ഇതിനെന്താണ് ഒരു കാര്യമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ട് സെറ്റാക്കിക്കൊള്ളുക. കപ്പവാട്ടിൻ്റെ കഥ സെറ്റല്ലേ? റെഡിയല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? സെറ്റാക്കുക, പഠിക്കുക, കാര്യങ്ങൾ നോക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ മാഷ് വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.